ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണ്. റേഷൻ അരി കൊണ്ട് കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള അരി, മട്ട അരി അല്ല, അത് ഉപയോഗിച്ചിട്ട് ഇതിൽ ചേർക്കേണ്ടതാണത്. റേഷൻ അരി തലേ ദിവസം കുതിർത്താനുണ്ട്. ഒന്ന് ചുടുവെള്ളത്തിൽ കഴുകിയാൽ ചില അരിക്കൊരു വാസന ഉണ്ടാവില്ല. കഴുകിയിട്ട് വെള്ളം പാർന്ന് വയ്ക്കുക. രാവിലെ അത് അരയ്ക്കുക. ചേർത്തിട്ട് ഇതങ്ങനെ ഒപ്പം ഇതിൽ വെള്ളം പാർന്നിട്ട് നല്ലോണം നൈസാക്കരുത്, കുറഞ്ഞ തരിയിൽ അരച്ചെടുക്കുക. ഇനി അരച്ച ഇതിക്ക് കൂട്ടിക്ക് തേങ്ങയും ജീരകവും ആ ഉള്ളിയും കൂടെ ഒന്നും കൊണ്ട് ഒതുക്കിയെടുക്കുക. നല്ലോണം ധാരായണ്ട ഒന്നുകൊണ്ട് ഒതുക്കിയിട്ട് അത് ഇതിൽ ചേർക്കുക. എനിക്ക് പത്തിരീൻ്റെ പൊടി, വറുത്ത പത്തിരിപ്പൊടി കുറേശ്ശെ അങ്ങനെ ഇട്ടിട്ട് കുറച്ചിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് പാകമാക്കി എടുക്കുക. ഇത് നമുക്ക് എന്നിട്ട് കവറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പത്തിരി പ്രസ്സുമിൽ വെച്ചിട്ട് ഒന്നും കൊണ്ട് പ്രസ് ചെയ്ത് അടുക്കള ആ പാകത്തിൽ ആക്കിയെടുക്കണം. പൊടി അതിന് പാകത്തിന് ഇങ്ങനെ ചേർത്ത് ഒന്നിച്ച് അങ്ങോട്ട് പൊടി ഇട്ട് കൊടുക്കണ്ട. ഈ പരുവത്തിൽ കുഴച്ച് പാകാക്കുക. അതിന് കണക്കാക്കിയിട്ടുള്ള പൊടി ഇപ്പം ഞാനിപ്പോൾ ഒരു നാഴി ഉരി പറഞ്ഞാൽ പകുതി, നാഴിയും പകുതിയും അരിയെടുത്ത് വെള്ളത്തിലിട്ടേക്ക് ഒരു നാഴി പൊടി ചേർത്തിപ്പോൾ. അപ്പോഴാണ് ഈ പരുവത്തിലായത്. റേഷൻ അരി കൊണ്ട് ചോറ് വെച്ചാൽ ചിലർക്ക് പറ്റില്ല. അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ ഇത് അറിയില്ല, റേഷൻ അരിയാണെന്ന് അറിയില്ല. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയി ചെയ്തു. നെയ്പ്പത്തൽ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതിന് സൂപ്പർ. എന്താ ചിക്കൻ കറി ഉണ്ട് തലേ ദിവസത്തെ, അതെനിക്ക് നല്ല കോമ്പിനേഷൻ ആവാൻ വഴിയുണ്ട്. കഴിച്ചു നോക്കിയിട്ടില്ല. അങ്ങനെ റേഷൻ അരി കൊണ്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല പൊള്ളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കുഴിച്ചിടാ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി റേഷൻ അരി ആരും കളയണ്ട.